അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു പാർട്ടി പരിപാടിക്ക് പോവാണ്. സുരാജ് ആണ് ഫ്രണ്ടിൽ കൊടിയൊക്കെ കെട്ടുന്നുണ്ട്. ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നേരെ ആലപ്പുഴയിലോട്ടാണ്. സമ്മേളനം നടക്കാൻ പോകുന്നത് ആലപ്പുഴയിലാണ്. ഇതിപ്പോൾ നമ്മൾ എളമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലം, എളമണ്ണൂർ. നമ്മൾ ആളിനെ കയറ്റാൻ വേണ്ടി വന്നു. അപ്പോൾ അവൻ കൊടിയെല്ലാം കെട്ടി ഇനിയിപ്പം ഏണി കൊണ്ടുവച്ചിട്ട് അവനിപ്പോൾ വരും. എന്നിട്ട് ബാക്കി നമുക്ക് കാണാം. ഈ ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി വീണ്ടും എടുത്ത് അവിടുന്ന് ഏകദേശം 7 ആകാറായി. ഇന്നത്തെ കാലാവസ്ഥയൊക്കെ നോക്കുവാണെങ്കിൽ വലിയ വെയിലൊന്നുമില്ല, ചെറിയ ചൂടുണ്ട്, മഴക്കോളമുണ്ട്. മഴ പെയ്യോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ചൂട്, വെയിലില്ല. പിന്നെ റോഡിലൊക്കെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ആയി വരുന്നു. അങ്ങനെ നമ്മളിന്ന് പോകുന്ന ആലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി വന്നവർക്കെല്ലാം ബസ്സൊന്ന്, അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്ന സമയമാണ്. കുറച്ച് പേര് കാറിനകത്തിരുന്ന് കഴിക്കുന്നു, കാറിന് പുറത്ത് റോഡ് സൈഡിൽ. പിന്നെ നമ്മുടെ വണ്ടിക്കകത്തൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 2 പൊതി മേടിച്ച് ഞങ്ങളത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മേടിച്ചതല്ല, അവർ നമുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ആലപ്പുഴ നെടുമുടിയാണ് സ്ഥലം. നമ്മുടെ കോന്നി ഭാഗത്തുള്ള വണ്ടികളൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ യാത്ര പോയത്. അങ്ങനെ പരേഡ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി. നമ്മളവിടുന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വണ്ടിക്ക് പുറത്തിറങ്ങി. അപ്പം പ്രോഗ്രാം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയി. ഇത് CPIയുടെ 70ാമത് പ്രോഗ്രാമാണ്, അവരുടെ പരിപാടിയാണ് നടക്കുന്നത്. അതിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കി ഇത്രയും ആൾക്കാർ വരുമോ എന്നൊക്കെ ഞങ്ങൾ സംശയിച്ചു. ഞങ്ങളിങ്ങനെ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പിന്നെ കടൽത്തീരത്തേക്ക് പോയി. അവിടെ അങ്ങിങ്ങായിട്ട് കുറച്ച് പേരൊക്കെ നിൽപ്പുള്ളൂ. അപ്പം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ദൂരെയൊക്കെ മാറി നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം കടൽത്തീരത്തൊക്കെ ചെന്ന് കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം ഞങ്ങളവിടെ സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചു നമുക്കിനി തിരിച്ച് വണ്ടിയിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പയ്യെ തിരിച്ച് വണ്ടിയിലേക്ക് നടന്നു. അപ്പോഴും എനിക്ക് അവിടുന്ന് പോരണമെന്നില്ലായിരുന്നു. അതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ കുറേ നേരം വീണ്ടും അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഞങ്ങൾ പിന്നെ വന്ന് വണ്ടിയിൽ കയറിയിരുന്നു. ഇത് 3ാമത്തെ എൻട്രൻസിൻ്റെ വാതിലാണ്. ഞങ്ങൾ ഓർത്ത് അതുവഴിയായിരിക്കും പരേഡ് നടക്കുന്നത്. പക്ഷേ ഏറ്റവും ഫ്രണ്ടിലത്തെ ഫസ്റ്റ് ഒരു എൻട്രൻസ് ഉണ്ട്, അതുവഴിയാണ് ആൾക്കാരൊക്കെ ഈ പരേഡിന് വന്ന ആൾക്കാരൊക്കെ കയറി പോയിക്കൊണ്ടിരുന്നത്. അതുവഴിയായിരുന്നു കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാം ഫുള്ളായി. അപ്പോൾ പിന്നെ 2ാമത്തെ എൻട്രൻസ് വഴി ആൾക്കാരെ കയറ്റി വിടാൻ തുടങ്ങി. അതുവഴി കയറ്റി വിടാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കൊന്നുകൂടെ നല്ലതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത്. ആദ്യത്തെ ഒന്നും കാണത്ത് പോലും ഇല്ലായിരുന്നു. ഒരു പുക മാതിരി ഒരു വ്യക്തമാകുന്നില്ലായിരുന്നു. ആദ്യം വന്ന ഈ പരേഡ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ആദ്യം വന്നവർക്കെല്ലാം കയ്യിൽ ദണ്ഡയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വന്നവർക്കൊന്നും കൈ ദണ്ഡയല്ല, പക്ഷേ യൂണിഫോമിലാണ് അവരെല്ലാം.
പിന്നീടാണ് അവിടെ നിരത്തിയിട്ടിരുന്ന കസാര എന്തിനുള്ളതാണെന്ന് മനസ്സിലായി. ഇതെല്ലാം ഈ ചുവന്ന ഷർട്ട്, കാക്കി പാൻറ്റ്, അങ്ങനെ ഡ്രസ്സ് ധരിച്ച് വന്നവർ, അവരെല്ലാം CPIയുടെ ഓരോ വാളണ്ടിയേഴ്സുമാരാണ്. അപ്പം അവർക്ക് വേണ്ടി അവർക്കിരിക്കാൻ വേണ്ടിയാണ് ആ കസാരയൊക്കെ അവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയും കസാരയിൽ ഇരിക്കാനുള്ള ആൾ കാണുമോ എന്നൊക്കെ ഞങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ അതിലും അധികം ആൾക്കാരുണ്ടായിരുന്നു. പയ്യെ സന്ധ്യ വൈകിക്കൊണ്ടേയിരുന്നു. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരികയാണ്. അപ്പം അതേ പോണക്ക് തന്നെ കടൽ ചെങ്കടലായി വരുന്നു. കടപ്പുറം ശരിക്കും ചെങ്കടലായി. അപ്പോഴേക്കും ചെങ്കടലായി കഴിഞ്ഞു. അപ്പോഴും ആൾക്കാർ വരവ് നിൽക്കുന്നേയില്ല. വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ പരേഡിൽ പങ്കെടുത്തേക്കുന്ന അതായത് പരേഡ് മാത്രമല്ല, അവരുടെ കൂടെ വന്നിട്ടുള്ളവർക്കെല്ലാം കുടിക്കാനുള്ള വെള്ളം, അവർക്കുള്ള രാത്രി കഴിക്കാനുള്ള ഫുഡ്, ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൊടുത്തുകൊണ്ടായിരുന്നു പരിപാടി. ഇതാണ് രണ്ടാമത്തെ എൻട്രൻസിൽ കൂടെയാണ് ഇപ്പോൾ ആൾക്കാർ. ഞങ്ങൾ എന്തായാലും വണ്ടി പാർക്ക് ചെയ്തത് അടുത്തായതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് നമുക്ക് അവരുടെ പരിപാടി എന്താണെന്ന് ഉള്ളത് നമുക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സത്യം പറഞ്ഞത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റി. നമ്മൾ ഇവിടെ യാത്ര പുറപ്പെട്ടു, അവിടെ ചെന്ന് അതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ചെയ്ത കല്യാണത്തിൽ ആഹാരം കഴിച്ചല്ലേ എവിടെയെങ്കിലും പോകുന്നു, അവിടെ ചെല്ലുന്നു, തിരിച്ചു വരുന്നു, വണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു.